Hi dear students, welcome back to my classroom. Today we are going to discuss about strategic human resource planning. What is the meaning of strategic human resource planning? It is a process in which top management determine an organization's overall purpose and objectives and how the organization will achieve these over time. This is an ongoing process as companies are always growing and responding to internal and external sources. Strategic HR planning provides a systematic plan and an essential roadmap for corporate HR operations. The ability and efficiency of HR department plays a decisive role in the implementation of new corporate strategies. Strategic HR planning is a process that helps to the organization to identify current and future human resources need in order to achieve the organizational objectives. It should link the human resource management to overall strategic plan of the organization. സാധാരണ HR പ്ലാനിങ്ങിൽ പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചറിലേക്ക് എത്ര എംപ്ലോയീസ് വേണം എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ടെങ്കിലും കുറച്ചുകൂടി ലോങ് ടേം പർപ്പസിൽ സ്ട്രാറ്റജിക്കലി ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് അത് എങ്ങനെ ഹ്യൂമൻ റിസോഴ്സിലൂടെ അച്ചീവ് ചെയ്യാം എന്നുള്ളത് പ്ലാൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്നുള്ളതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിന് വളരെ ക്രൂഷ്യലായിട്ടുള്ള വളരെ നിർണായകമായിട്ടുള്ള ഡെസിസീവ് ആയിട്ടുള്ള ഒരു റോള് തന്നെ ഉണ്ട്. അതായത് പുതിയ കോർപ്പറേറ്റ് സ്ട്രാറ്റജി ഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ളത് റെസ്റ്റ് വിത്ത് ദി ഹാൻഡ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്. കാരണം എംപ്ലോയീസിലൂടെയാണ് ഏതൊരു ഓർഗനൈസേഷൻ്റെ എത്ര വലിയ ഒബ്ജക്റ്റീവ് ആണെങ്കിലും അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ കോർപ്പറേറ്റ് സ്ട്രാറ്റജി പുതിയതായിട്ട് ഫ്രെയിം ചെയ്യുമ്പോൾ അത് എത്രത്തോളം നല്ല രീതിയിൽ ഹ്യൂമൻ റിസോഴ്സിനെ വെച്ച് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് പ്ലാൻ ചെയ്യാം. ദാറ്റ് ഈസ് കമ്പനിയുടെ മേജറായിട്ടുള്ള ഏരിയ. അതായത് ഒരു കമ്പനി ഫ്യൂച്ചർ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് കോമൺ ആയിട്ട് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ ഹാൻഡിൽ ചെയ്യാനായിട്ടുണ്ടാവും. അപ്പോൾ ഫ്യൂച്ചർ സ്ട്രാറ്റജി ഫ്രെയിം ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ ഏരിയാസ് ഉണ്ടായിരിക്കും, കുറച്ച് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണ ഏരിയാസ്. ഫോർ എക്സാമ്പിൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റ് എക്സ്പ്ലോറേഷൻ, മാനേജ്മെൻറ്റ് ഇന്നൊവേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, അങ്ങനെ കീ ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് കൂടുതൽ എംഫസൈസ് ചെയ്യണം, അവിടെ കൂടുതൽ സ്ട്രെസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഏരിയ ഹാൻഡിൽ ചെയ്യുന്ന മാനേജേഴ്സിന് പ്രൊഫഷണലി അതിനുള്ള നല്ല സ്കില്ലുള്ള ആൾക്കാർ തന്നെയാണോ, ഏബിൾ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണോ എന്നുള്ളത് ഉറപ്പ് വരുത്തൽ മാത്രമല്ല, അവിടെ അത്രയും എബിലിറ്റി ഉള്ള ആൾക്കാരെ തന്നെ ഫിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ കണ്ടുപിടിക്കുക മാത്രമല്ല, ആ ഏരിയ ഹാൻഡിൽ ചെയ്യാൻ തക്ക ക്യാപ്പബിലിറ്റി ഉള്ള ആൾക്കാർ തന്നെയാണോ അവിടെ ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കി, അതല്ലെങ്കിൽ അവിടെ അതിൻ്റെ ചേഞ്ചസ് എന്തൊക്കെ മാറ്റങ്ങൾ വരണം, പുതിയ ആൾക്കാർ എത്ര പേര് വേണം, ഉള്ള ആൾക്കാർക്ക് എന്തെല്ലാം ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റൽ പ്രോഗ്രാംസ് കൊടുക്കാം, ഏതൊക്കെ രീതിയിൽ കമ്പനിയുടെ കോർപ്പറേറ്റ് സ്ട്രാറ്റജി അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് പ്ലാൻ ചെയ്യണം. അതായത് സാധാരണ HR പ്ലാനിങ്ങിനേക്കാൾ കുറച്ചുകൂടെ വ്യത്യസ്തമാണ് സ്ട്രാറ്റജിക് HR പ്ലാനിങ് എന്ന് പറയുന്നത്. കോർപ്പറേറ്റ് സ്ട്രാറ്റജി റിലേറ്റഡ് ആയിട്ടാണ് പ്ലാനിങ് ചെയ്യേണ്ടത്. ഓരോ ജോബ് വേക്കൻസി ഏതൊക്കെയാണ് അതിലേക്ക് ഫില്ല് ചെയ്യൽ മാത്രമല്ല, കോർപ്പറേറ്റ് സ്ട്രാറ്റജീസ് ഫിക്സ് ചെയ്യുമ്പോൾ അത് ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എങ്ങനെ ഹ്യൂമൻ റിസോഴ്സിനെ ഉപയോഗപ്പെടുത്താം, കീ ഏരിയ ഏതൊക്കെയാണ്, മേജറായിട്ടുള്ള റോൾ പ്ലേ ചെയ്യുന്ന ആൾക്കാരെ ആരൊക്കെയാണ്, അവർക്ക് അതിനുള്ള എബിലിറ്റി ഉണ്ടോ, ഇല്ലെങ്കിൽ അവിടെ എത്ര പ്രൊഫഷണൽ സ്കില്ലുള്ള ആൾക്കാരെ വേണം എന്നതൊക്കെ തീരുമാനിക്കുന്ന ഒരു പ്രോസസ്സ്, അതിനുവേണ്ട കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന പ്രോസസ്സാണ് സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു HR പ്ലാനിങ് അത്യാവശ്യമാണ്. അതായത് സ്ട്രാറ്റജിക് HR പ്ലാനിങ്. ഇതിനകത്ത് മേജറായിട്ട് 4 സ്റ്റെപ്സാണ് വരുന്നത്. സ്ട്രാറ്റജിക് HR പ്ലാനിങ്ങിൽ വരുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ മിഷൻ ഡിറ്റർമിനേഷൻ, സെക്കൻഡ് വൺ എൻവയോൺമെൻറ്റൽ അസസ്മെൻറ്റ്, തേർഡ് വൺ സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ലാസ്റ്റ് വൺ സ്ട്രാറ്റജി സെറ്റിംഗ് ആണ്. അതിൽ ഫസ്റ്റ് വൺ മിഷൻ ഡിറ്റർമിനേഷൻ. ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് വാട്ട് ആൻ ഓർഗനൈസേഷൻ വാണ്ട് ടു അക്കംപ്ലിഷ് ഓവർ ടൈം. മിഷൻ ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഓർഗനൈസേഷൻ അതിൻ്റെ ടൈം പീരീഡിൽ മൊത്തത്തിൽ ആ ഓർഗനൈസേഷൻ്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്താണ്, അതിൻ്റെ വിഷൻ എന്താണെന്നുള്ളത് ആദ്യം ഡിറ്റർമിൻ ചെയ്യണം. മിഷൻ എന്താണെന്നുള്ളത്, ദൗത്യം, ആ ഓർഗനൈസേഷൻ്റെ ദൗത്യം എന്താണോ ആ മിഷൻ ഡിറ്റർമിൻ ചെയ്യലാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് വാട്ട് ആൻ ഓർഗനൈസേഷൻ വാണ്ട് ടു അക്കംപ്ലിഷ് ഓവർ ടൈം ആൻഡ് ഓൾസോ വാട്ട് പ്രിൻസിപ്പിൾ
പ്രിൻസിപ്പിൾസ് എ കമ്പനി വിൽ ഫോളോ ടു ഡു സോ. അത് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പനി എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യണം. അത് സെക്കൻഡ് കോമ്പണൻറ്റ് ഈസ് the key as a end do not always justify the means. The company should not encourage unethical behavior just to reach a certain profit or growth milestone. ഇതിനകത്ത് പറയുന്ന ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യാനാണ് എത്തിക്കലായിട്ടുള്ള വേയിലൂടെ മാത്രം സഞ്ചരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു മിഷൻ ഡിറ്റർമിൻ ചെയ്യുമ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ദൗത്യം എന്താണോ അത് ഡിറ്റർമിൻ ചെയ്തതിന് ശേഷം അത് ഏതൊക്കെ വേസ് ആൻഡ് മീൻസിലൂടെ അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആദ്യം ചിന്തിച്ച് വെക്കേണ്ടത് അല്ലെങ്കിൽ തീരുമാനിച്ച് വെക്കേണ്ടത്. ഒരിക്കലും അൺഎത്തിക്കലായിട്ടുള്ള ബിഹേവിയർ എൻകറേജ് ചെയ്യാൻ ഒരു കമ്പനി തയ്യാറാവില്ല, അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യാൻ എങ്ങനെയെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ എന്തും ചെയ്യാന്നുള്ള ഒരു മെത്തേഡ് ആയിരിക്കില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഉണ്ടായിരിക്കും, അതിലൂടെ തന്നെ ആയിരിക്കും അവർ മുന്നോട്ട് പോകുന്നത്. ആൻഡ് എൻവയോൺമെൻറ്റൽ അസസ്മെൻ്റ് ആണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ആൻ ഓർഗനൈസേഷൻ ഹാസ് ടു അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഇൻ ഇറ്റ്സ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്. ഓർഗനൈസേഷൻ്റെ സ്വന്തമായിട്ടുള്ള ഇൻറ്റേർണലി അവർക്ക് എന്തെല്ലാം സ്ട്രെങ്ത് ഉണ്ട്, പ്ലസ് പോയിൻറ്റ്സ് ഉണ്ട്, അതുപോലെ ഇൻറ്റേർണലി അവർക്ക് എന്തെല്ലാം വീക്ക്നെസ് ഉണ്ട്, എന്തൊക്കെ പോരായ്മകളാണ് അവർക്കുള്ളത്. ആസ് വെൽ ആസ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ് ഇൻ ഇറ്റ്സ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് അനലൈസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അവസരങ്ങൾ എന്തെല്ലാം ഉണ്ടാവും. അതായത് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവും. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം ഗ്രോത്തിലൂടെ സഞ്ചരിക്കാനായിട്ട് സാധിക്കും. ആൻഡ് ത്രെട്ട് ഇൻ എക്സ്റ്റേണൽ, അതുപോലെ അവർക്ക് എന്തൊക്കെ ത്രെട്ടുകൾ, ഭീഷണികൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഓർഗനൈസേഷൻ മനസ്സിലാക്കേണ്ടത് അവരുടെ സ്വന്തം സ്ട്രെങ്ത് എന്തൊക്കെയാണ്, വീക്ക്നെസ് എന്തൊക്കെയാണ്, എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതുപോലെ ത്രെട്ടുകൾ വരാം. അതൊക്കെ എന്ത് ചെയ്യുക, ഒരു മിഷൻ സെറ്റ് ചെയ്തതിന് ശേഷം മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യമാണ്. അതിനാണ് നമ്മൾ SWOT അനാലിസിസ് ചെയ്യുന്നത്. SWOT എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെട്ട് അനാലിസിസ്. അതായത് ഇവിടെ എക്സാമിൻ ചെയ്യുന്നത് എന്തൊക്കെയാണ്, സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ്. ഇതാണ് ഇവിടെ അനലൈസ് ചെയ്യുന്നത്. ആൻഡ് തേർഡ് സ്റ്റെപ്പ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. മിഷൻ നമ്മൾ ഡിറ്റർമിൻ ചെയ്തു, SWOT അനാലിസിസ് നടത്തി, ഇനി നമ്മൾ എല്ലാ ഒബ്ജക്റ്റീവ്സും സെറ്റ് ചെയ്ത് എഴുതി വയ്ക്കുക എന്നുള്ളതാണ് തേർഡ് സ്റ്റെപ്പിൽ പറയുന്നത്. ഒരു ഓർഗനൈസേഷനിൽ എത്ര ഇൻഡിവിജ്വൽസ് ഉണ്ടോ അവർക്കെല്ലാം അറിഞ്ഞിരിക്കണം എന്താണ് അവർ അറ്റൈൻ ചെയ്യാനുള്ള ലക്ഷ്യം എന്നുള്ളത്. ഓൾ ദി ഒബ്ജക്റ്റീവ്സ് ഷുഡ് ബി റെക്കോർഡഡ് ഇൻ റൈറ്റിംഗ്. എല്ലാ ഒബ്ജക്റ്റീവ്സും എഴുതി തന്നെ തയ്യാറാക്കുക. സ്പെസിഫിക് ആയിട്ട് ഓരോരുത്തർക്കും എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാനുള്ളത് എന്നുള്ളത് തയ്യാറാക്കി അത്രയും ഇൻഫോർമേറ്റീവായിട്ട് എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ്. ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക. ആൻഡ് സ്ട്രാറ്റജി സെറ്റിംഗ്, അതിനുശേഷമാണ് ഫൈനൽ സ്റ്റെപ്പിൽ സ്ട്രാറ്റജി സെറ്റ് ചെയ്യുന്നത്. വൺസ് എവരി വൺ ഈസ് ക്ലിയർ ഓൺ ഓർഗനൈസേഷൻസ് ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തു, ഓർഗനൈസേഷൻ്റെ ലക്ഷ്യമാണ് എന്തെന്ന് എല്ലാവർക്കും മനസ്സിലായി. അതിനുശേഷം എന്ത് ചെയ്യുക, ആ ലക്ഷ്യം എങ്ങനെ നേടിയെടുക്കാം അതിന് വേണ്ട തന്ത്രങ്ങൾ മെനയിലാണ് സ്ട്രാറ്റജി സെറ്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. ഓക്കെ, ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തു, ഇൻഡിവിജ്വലി ഓരോ ഇൻഡിവിജ്വൽസിനും എന്താണ് ലക്ഷ്യം എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ്റെ ലക്ഷ്യം എങ്ങനെ അറ്റൈൻ ചെയ്യാൻ പറ്റും അതിന് വേണ്ട സ്ട്രാറ്റജി ഫ്രെയിം ചെയ്യുക, എന്തൊക്കെ സ്ട്രാറ്റജീസ് വേണം എന്നുള്ളത്. അപ്പോൾ മിഷൻ ഡിറ്റർമിൻ ചെയ്തു, എൻവയോൺമെൻറ്റൽ അനാലിസിസ് നടത്തി, ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തു, ദെൻ സ്ട്രാറ്റജി ഫ്രെയിം ചെയ്യാം. ഇത്രയാണ് സ്റ്റെപ്സ് ഓഫ് സ്ട്രാറ്റജിക്ക് പ്ലാൻ, HR പ്ലാനിങ്. ഇനി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നമുക്കറിയാം, സ്ട്രാറ്റജി ഫ്രെയിം ചെയ്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യൽ അത്ര ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക്കാണ്. പക്ഷേ എംപ്ലോയീസിലേക്ക് അതിൻ്റെ ഒരു അവയർനെസ്സും എഡ്യൂക്കേഷനും പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്മൂത്തായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. എംപ്ലോയീസിന് വേണ്ട ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റൽ പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവരിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് വളരെ സ്മൂത്തായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടെക്നോളജിക്കലി എന്തെങ്കിലും അഡ്വാൻസ്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് എംപ്ലോയിലേക്ക് എത്തിക്കുക, എംപ്ലോയിനെ അതിനെ ഏബിളാക്കി മാറ്റുക, അല്ലെങ്കിൽ ആ ഒരു ടാസ്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാനുള്ള എബിലിറ്റി അവരിലേക്ക് കൊണ്ടുവരിക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. HR പ്ലാനിങ്ങും സ്ട്രാറ്റജിക് പ്ലാനിങ്ങും തമ്മിലൊരു ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ
HR പ്ലാനിംഗ് എന്ന് പറയുന്നത് വളരെ ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു പ്ലാനിങ് പ്രോസസ്സാണ്. പക്ഷേ സ്ട്രാറ്റജിക് പ്ലാനിങ് അത്ര ഈസി അല്ല, വളരെ ബ്രോഡായിട്ട് കിടക്കുന്ന ഒന്നാണ്, വളരെ വൈഡായിട്ട് കിടക്കുന്ന ഒരു സംഭവമാണ് സ്ട്രാറ്റജിക് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ആൻഡ് HR പ്ലാനിംഗ് ഈസ് അണ്ടർടേക്കൺ ബൈ HR മാനേജർ. HR പ്ലാനിംഗ് ചെയ്യുന്നത് HR മാനേജറാണ്. ബട്ട് സ്ട്രാറ്റജിക് പ്ലാനിംഗ് ഡെവലപ്പ് ചെയ്യുന്നത് സ്പെഷ്യലൈസ്ഡ് പ്ലാനേഴ്സാണ്. HR മാനേജേഴ്സ് അല്ല, സ്പെഷ്യലൈസ്ഡ് പ്ലാനേഴ്സ് ആയിരിക്കും. ഇനി ബെനഫിറ്റ് ഓഫ് HR പ്ലാനിംഗ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷന് കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഗോൾ അച്ചീവ് ചെയ്യുന്നത് ഏതൊക്കെ വേസ് ആൻഡ് മീൻസിലൂടെയാണെന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഡ്രോബാക്ക് പറയുന്ന സമയത്ത് മേ ഹാവ് എ ചാൻസ് ഓഫ് സെറ്റ് ഓഫ് ഗോൾ ദാറ്റ് ആർ ടു ലോഫ്റ്റി, അതായത് വളരെ ഹൈ ആയിട്ട് പ്രഡിക്റ്റ് ചെയ്ത് വെച്ചാൽ, അല്ലെങ്കിൽ വളരെ വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലക്ഷ്യമാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യുക എന്നുള്ളത് അത്ര ഈസി അല്ല. അതിനുള്ള സ്ട്രാറ്റജി ഫ്രെയിം ചെയ്ത് അത് അപ്ലൈ ചെയ്യൽ, ഇംപ്ലിമെൻ്റ് ചെയ്യൽ അത്ര ഈസി ആയിട്ടുള്ളൊരു ടാസ്ക് അല്ല. അതായത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഞങ്ങൾക്കത് എത്താൻ സാധിക്കും എന്നുള്ള രീതിയിൽ വളരെ അഹങ്കാരപൂർവ്വം ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഓർഗനൈസേഷന് പല കാര്യങ്ങളും അനലൈസ് ചെയ്തിട്ട് വേണം ഒരു കാര്യം സെറ്റ് ചെയ്യാനായിട്ട്. പക്ഷെ അവിടെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നും അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള ഒബ്ജക്റ്റീവിലേക്ക് നീങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. ആൻഡ് അണ്ടർ എസ്റ്റിമേറ്റ് ഓഫ് വീക്ക്നെസ് ആൻഡ് ത്രെട്ട്. SWOT അനാലിസിസ് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വീക്ക്നെസ്സും ത്രെട്ടും ഒക്കെ അറിയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അതൊന്നും അത്ര വലിയ പ്രശ്നമുള്ള കാര്യമില്ല എന്നുള്ളത് ചിന്തിച്ച് കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങൾ വരാം. അണ്ടർ എസ്റ്റിമേറ്റ് ഓഫ് വീക്ക്നെസ് ആൻഡ് ത്രെട്ടുകളും അതേപോലെ വീക്ക്നെസ്സും ചെറിയ കാര്യമായി കാണാതെ വളരെ വലിയ പ്രശ്നമായിട്ട് കണ്ട് അതിന് ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങൾ വളരെ സ്ട്രാറ്റജിക്കലി ഫ്രെയിം ചെയ്ത് അതിനെ ഓവർകം ചെയ്താൽ മാത്രമാണ് സക്സസ് ആയിട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്ട്രാറ്റജിക് HR പ്ലാനിങ്ങിൽ വരുന്നത്. അതിൻ്റെ മീനിങ്, പ്രോസസ്സ്, അതുപോലെ ഇംപ്ലിമെൻറ്റേഷൻ. HR പ്ലാനിങ്ങും സ്ട്രാറ്റജിക് പ്ലാനും തമ്മിലൊരു ചെറിയ ഡിഫറൻസ്, HR പ്ലാനിങ്ങിൻ്റെ ഡ്രോബാക്ക്, ബെനിഫിറ്റ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ ചോദിക്കുക, ക്ലിയർ ആക്കി തരാം. ഓക്കെ, താങ്ക് യു.